KSRTCയിൽ അർഹരായവർക്കെല്ലാം പ്രമോഷൻ നൽകുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പറഞ്ഞു. മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സിലെ L2 ബ്ലോക്കും രണ്ടാം ഘട്ടം പ്രവൃത്തി ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ടെക്നിക്കൽ തലം മുതൽ പ്രമോഷൻ നടപ്പിലാക്കുമെന്നും കൂടുതൽ ജീവനക്കാർ വിരമിക്കുന്ന വർഷം കൂടിയാണ് ഇതെന്നും ഇത് അധിക സാമ്പത്തിക ബാധ്യത വരുത്തുന്ന കാര്യമാണെന്നും എന്നാലും ഇതുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. പ്രമോഷൻ നടപടികൾ 2 ദിവസത്തിനകം പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പിന്നെ പുതിയ വണ്ടികൾ ഡീസൽ മൈലേജ് കൂടുതൽ തരുന്ന വണ്ടികളാണ്. സാധാരണ 3 കിലോമീറ്റർ തരുന്ന സ്ഥലത്ത് ഇപ്പോൾ 4, 4.5, 5 തരുന്ന വണ്ടികളാണ് നമ്മൾ വാങ്ങിയിരിക്കുന്നത്. ചെറിയ ബസ്സുകളൊക്കെ 7 കിലോമീറ്റർ വരെ മൈലേജ് തരുന്നുണ്ട്. അങ്ങനെ തരുമ്പോൾ വലിയ ഒരു തുകയിൽ വ്യത്യാസം വരും. പിന്നെ എല്ലാ പെട്രോൾ പമ്പുകളും KSRTCയിലെ പമ്പുകളെല്ലാം നമ്മളൊരു ഓട്ടോമേറ്റ് ചെയ്യുകയാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ട്. അപ്പോൾ ഒരു തുള്ളി ഡീസൽ 1 ലിറ്റർ ഡീസൽ ഇവിടെ അടിച്ചാൽ KSRTC MDക്ക് അവിടെ കാണാൻ പറ്റും ഇവിടെ 1 ലിറ്റർ ഡീസൽ അടിച്ചു. അപ്പോൾ ഏത് ഡ്രൈവറാണ് കൂടുതൽ ഡീസൽ എടുക്കുന്നത്? ഡ്രൈവർ മാറിയാലും ഡീസൽ മൈലേജ് കുറഞ്ഞു എന്ന് കണ്ടാൽ വണ്ടിയുടെ കുഴപ്പമാണെന്ന് നമ്മൾ മനസ്സിലാക്കും. ആ വണ്ടിയെ പരിഹരിക്കും. പരമാവധി വണ്ടികളിപ്പോൾ ഒരു ഡ്രൈവാണ്. പുക തുപ്പുന്ന വണ്ടികളെല്ലാം പിടിച്ച് പണിതിറക്കുക എന്നുള്ളതാണ്. 1400 വണ്ടി, ഞാൻ മന്ത്രിയും പ്രമോദ് ശങ്കർ CMD ആയിട്ട് വരുമ്പോൾ 1450 വണ്ടി വരെ ഒരു ദിവസം ഷെഡിൽ കിടക്കായിരുന്നു. ഇപ്പോൾ പരമാവധി കിടക്കുന്നത് 450, 420, 430 ഇങ്ങനെ അത്രയും വണ്ടി മാത്രമേ അകത്തുള്ളൂ. ബാക്കി മൊത്തം വെളിയിലുണ്ട്. നിങ്ങളിപ്പോൾ റോഡിൽ പോയി കഴിഞ്ഞാൽ പണ്ട് KSRTC ബസ് വല്ലപ്പോഴും കാണാൻ പറ്റും, ഇപ്പോൾ എപ്പോഴും കാണാം. ചടങ്ങിൽ P. ഉബൈദുള്ള MLA അധ്യക്ഷനായിരുന്നു. 4 നിലകളിലെയും സിവിൽ ആൻഡ് ഇലക്ട്രിക്കൽ വർക്കുകൾ, ഫയർ ആൻഡ് സേഫ്റ്റി പ്രവൃത്തികൾ, ജീവനക്കാർക്കും യാത്രക്കാർക്കുമുള്ള വിവിധ സൗകര്യങ്ങൾ, 1ാം നിലയിലെ ടൈൽ പെയിന്റിംഗ് വർക്കുകൾ, പടിഞ്ഞാറ് വശത്തെ മണ്ണ് നീക്കം ചെയ്ത് സംരക്ഷണ ഭിത്തിയും ചുറ്റുമതിലും നിർമ്മാണം, പേ പാർക്കിംഗ് സൗകര്യങ്ങൾ, മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മാണം എന്നിവയാണ് 2ാം ഘട്ടത്തിൽ പൂർത്തീകരിക്കുക. ആദ്യഘട്ടത്തിൽ 7.90 കോടി രൂപ പ്ലാൻ ഫണ്ടും MLAയുടെ മണ്ഡലം ആസ്തി വികസന ഫണ്ടിൽ നിന്നും 2.15 കോടി രൂപയും വിനിയോഗിച്ച് നിലവിലെ കെട്ടിടം, ഓഫീസ്, ബസ് പാർക്കിംഗ് യാർഡ്, യാത്രക്കാർക്കിരിക്കാൻ AC ലോഞ്ച്, ശുചിമുറികൾ എന്നിവ 2025 ജൂൺ 27 നാടിന് സമർപ്പിച്ചിരുന്നു. ഉദ്ഘാടന ചടങ്ങിൽ ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PA ജബ്ബാർ ഹാജി, നഗരസഭാ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് റിനിഷ, KSRTC ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ PS പ്രമോദ് ശങ്കർ, മലപ്പുറം ബ്ലോക്ക് പ്രസിഡന്റ് റജുല പെലത്തൊടി, നഗരസഭാ വൈസ് ചെയർമാൻ ജിതേഷ് ജി അനിൽ, പൊതുമരാമത്ത് സ്ഥിരം സമിതി ചെയർമാൻ ഹാരിസ് ആമിയൻ, വാർഡ് കൗൺസിലർ നിജ്മ B, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും ട്രേഡ് യൂണിയനുകളുടെയും നേതാക്കൾ എന്നിവരും സംബന്ധിച്ചു. പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K. മുഹമ്മദ് ഇസ്മായിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. അസിസ്റ്റന്റ് ട്രാൻസ്പോർട്ട് ഓഫീസർ അനസ് നന്ദിയും പറഞ്ഞു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. Yes.